വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് ഞാൻ പോണത് കോട്ടയം ജില്ലയിലേക്കട്ടോ, ഒരു വണ്ടി എടുത്തുകൊണ്ടിരാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ പോണ കാഴ്ചകളും പോയിട്ട് വരുമ്പോൾ ആ കാഴ്ചകളൊക്കെ കാണാം. വണ്ടി ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓട്ടോ ആണ്. അപ്പോൾ പാസഞ്ചർ ഓട്ടോ ഉണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ വണ്ടി ഒന്ന് ചെറുതായിട്ട് ചേഞ്ച് ചെയ്യാച്ചിട്ട് വണ്ടി കിടക്കുന്നത് അങ്ങ് കോട്ടയം ജില്ലയിൽ, അപ്പോൾ തുറവൂര് എന്ന സ്ഥലത്താണ്. ഞങ്ങൾ ട്രെയിൻ മാർഗ്ഗമല്ല പോണത്, ബസ് മാർഗ്ഗമാണ് പോണത്. അപ്പോൾ ഞങ്ങൾ നേരെ KSRTC എടുത്തിട്ട് ഞങ്ങൾ നേരെ പോണത് തൃശ്ശൂർക്ക് കേട്ടോ. തൃശ്ശൂർക്ക് KSRTC ബസ്സിൽ ഞങ്ങൾ യാത്ര ചെയ്തിട്ട് അവിടുന്ന് പിന്നെ നമ്മൾ മാറി കയറാനുള്ള പ്ലാനിങ് ആണ്. അവിടുന്ന് ആലപ്പുഴ ബസ്സുണ്ട്, ചേർത്തല വഴി ഈ പോണ ഒരു ബസ്സുണ്ട്. അപ്പോൾ നമ്മൾ ചേർത്തല എത്തേണ്ട തുറവൂര് എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമുക്ക് പോയിട്ട് ഇറങ്ങാനുള്ളത്. അപ്പോൾ തൃശ്ശൂരിൽ നിന്ന് ഞങ്ങൾ ആലപ്പുഴ ബസ്, സൂപ്പർ ഫാസ്റ്റ് ആലപ്പുഴ ബസ്സിൽ ഞങ്ങൾ യാത്ര ചെയ്ത് അങ്ങനെയാണ് ഞങ്ങൾ അങ്ങോട്ട് എത്തിപ്പെടുന്നത്. അപ്പോൾ അതിൻ്റെ കാഴ്ചകളും കാര്യങ്ങളൊക്കെ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ തൃശ്ശൂർ കാണുന്ന തൃശ്ശൂർ റൗണ്ട് റോബോട്ടിൻ്റെ മുകളിലുള്ള ഒരു നടക്കാനൊക്കെ പറ്റിയ ആൾക്കാർക്ക് ഒരു സംഭവം കേട്ടോ. അപ്പോൾ ഞങ്ങൾ തൃശ്ശൂരിൽ നിന്ന് സൂപ്പർ ഫാസ്റ്റ് ബസ്സിൽ ഈ പറഞ്ഞ ആലപ്പുഴ ബസ് കയറിയിട്ട് ചേർത്തല തുറവൂര് എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് ഇപ്പോൾ പോണത്. അപ്പോൾ ബസ്സിലെ യാത്രയൊക്കെ അടിപൊളി, കുഴപ്പമൊന്നുമില്ല. ഈ ബസ് മറ്റേ ബസ്സിൻ്റെ അത്ര അത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഇതങ്ങനല്ല, അത് നല്ല സുഖമുണ്ട് ഇതിൽ യാത്ര ചെയ്യാൻ. പിന്നെ ഇതിന് ടിക്കറ്റ് റേറ്റ് വന്നത് ഏകദേശം രണ്ടാൾക്കും കൂടി 276 റുപ്യാണ് തൃശ്ശൂർ നിന്നിട്ടും പിന്നെ നമുക്ക് ഈ പറഞ്ഞ തുറവൂർക്ക് പിന്നെ റേറ്റ് വരുന്നത്. അതുപോലെ തന്നെ ഞങ്ങൾ കൊച്ചി കൂടിയായി പോകണത്. കൊച്ചി എന്ന് പറഞ്ഞാൽ വേറെ ലെവൽ അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി. കൊച്ചി അത്രയും സെറ്റപ്പായി, ഭയങ്കര വികസനമാണ് ആ ഭാഗമൊക്കെ, ഭയങ്കര സെറ്റപ്പായി. അപ്പോൾ ആ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങളിങ്ങനെ പോവാണ്. അങ്ങനെ അവിടെ എത്തി ഏകദേശം അങ്ങനെ ബസ് ഇറങ്ങിയിട്ടാണ് ഈ പറഞ്ഞ സ്ഥലത്തും തുറവൂര് എന്ന സ്ഥലമാണ്. എറണാകുളത്തു നിന്ന് മറ്റേ ആലപ്പുഴ പോണ റൂട്ടിൽ ചേർത്തലൻ്റെ അടുത്ത് തുറവൂര്. വണ്ടി വാങ്ങിക്കാൻ പോയ ഞങ്ങൾക്ക് അവിടെ വെടിക്കെട്ട് കാണാൻ കഴിഞ്ഞിട്ടാണ്. അപ്പോൾ വെടിക്കെട്ട് നടക്കുന്ന സ്ഥലത്തേക്ക് ഞങ്ങളൊന്നും നോക്കില്ല, ഓടി കയറി. ഒരു വലിയൊരു അമ്പലമാണ്. ഈ രാത്രി ആയതുകൊണ്ട് നമുക്ക് ശരിക്കും ക്യാമറയിൽ കാണില്ല. വലിയൊരു അമ്പലം എന്ന് പറഞ്ഞാൽ ചുറ്റുഭാഗം വലിയ മതിൽ കെട്ടിയിട്ട് ചുറ്റുഭാഗം ആ മതിലിൻ്റെ അവിടെ ഓരോ ഇതാണ്, ഹാള് മാതിരിയാണ്. അതിൻ്റെ ഉള്ളിൽ 5-6 ആന ഉണ്ടായിരുന്നു. ഒരു പൂരം തന്നെ അവിടെ. അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ കയറിയിട്ടില്ല. നമ്മൾ ജസ്റ്റ് പുറത്തൊക്കെ നിന്നാണ്ട് വെടിക്കെട്ടൊക്കെ കണ്ട് കുറച്ച് നേരം. അപ്പോൾ നമ്മൾ വണ്ടി വാങ്ങാൻ വന്നതല്ല. അപ്പോൾ പിന്നെ സമയം ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അവർ വിളിച്ച് കണ്ട് നിൽക്കുന്നിടത്തുനിന്ന് പിന്നെ അപ്പോൾ ഒരു വിളി വന്നപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്ത് വെടിക്കെട്ട് കുറച്ച് നേരം കണ്ട് നിർത്തി അവരുടെ അടുത്ത് പോയി വണ്ടിയൊക്കെ വിലയൊക്കെ ഞങ്ങൾ ഉറപ്പിച്ച് കച്ചവടമൊക്കെ വണ്ടി കണ്ട് അതിൻ്റെ ഉള്ളും പുറമൊക്കെ നോക്കി ഓക്കെ എല്ലാം ഇഷ്ടപ്പെട്ടതിന് ശേഷം നമ്മൾ ആ വണ്ടി ഇങ്ങോട്ട് വാങ്ങി. ഞങ്ങൾ മക്കളെ ഇവിടുന്ന് വണ്ടി എടുത്തതിൻ്റെ ശേഷം ഞങ്ങൾ ഏകദേശം 170 കിലോമീറ്ററിൻ്റെ അടുത്തോളം ഞങ്ങൾ ഓടിയിട്ടുണ്ട് കേട്ടോ. അവിടെ നിന്ന് ഓടിച്ച് ഇങ്ങോട്ട് വന്ന് പിന്നെ പാസഞ്ചർ ആയതുകൊണ്ട് നല്ല സുഖമാണ്, യാത്രയ്ക്ക് നല്ല സുഖമുള്ള വണ്ടിയാണ്. നമുക്കൊരു ബുദ്ധിമുട്ടൊന്നും തോന്നിയില്ല. പിന്നെ നല്ല റോഡ് പണി ആയതുകൊണ്ട് അവിടെ തൊട്ടിട്ട് നമ്മളെ പൊന്നാനി എത്തോളം റോഡ് പണി എന്ന് പറഞ്ഞാൽ റോഡ് പണി ഒരു രക്ഷയില്ല മക്കളെ, രക്ഷയില്ല. NH മറ്റേ നാഷണൽ ഹൈവേയും എല്ലാ റോഡും അങ്ങോട്ട് പണി ഇങ്ങോട്ട് പണി, അതിൻ്റെ ഇടയിൽ കൂടി മെട്രോ, ഒരു കഥ. എന്തായാലും പിന്നെ നമ്മളെ ഭാവിയിൽ നമുക്കൊക്കെ ഉപയോഗപ്പെടട്ടെ എന്ന് ആത്മാർത്ഥമായി നമ്മൾ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ അവിടുത്തെ വെടിക്കെട്ടും കാര്യങ്ങളൊക്കെ കണ്ട് അടിപൊളിയായിട്ടാണ്. വെടിക്കെട്ട് ഒരു രക്ഷയില്ല. പിന്നെ ഒരു 5-6 ആന ഉണ്ടായിരുന്നു, ആനൊക്കെ കണ്ട്. അത് കഴിഞ്ഞ ശേഷം ഞങ്ങൾ നേരെ നമ്മളെ കുട്ടൻ്റെ അടുത്ത് എത്തിയിട്ടാണ്. നമ്മളെ വണ്ടി വാങ്ങാനും വേണ്ടിയിട്ട് വണ്ടീൻ്റെ ആൾക്കാർ വിളിച്ചപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് നേരെ വണ്ടീൻ്റെ ആളെടുത്തെത്തി. അങ്ങനെ വണ്ടി നമ്മളെ കൈ കിട്ടിയിട്ടാണ്. അപ്പോൾ നല്ല സന്തോഷത്തിൽ വണ്ടി എടുത്ത് ഇങ്ങോട്ട് നാട്ടിൽ പോകുന്നു. അപ്പോൾ നിങ്ങൾ വണ്ടി ഫുള്ള് കാണണം, കുറച്ച് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ വണ്ടി കാണണ്ടേ, എന്താ കുഴപ്പമില്ല, അത്യാവശ്യം നല്ല മഞ്ചുണ്ട്. വന്നു കഴിഞ്ഞാൽ കുഴപ്പമൊന്നും കാര്യങ്ങളൊന്നും കുഴപ്പമില്ല. അതൊക്കെ നമ്മൾ വെച്ചോണ്ടാ. ഫുഡ് ചെറുതായിട്ട് മോശമുണ്ട്. പിന്നെ എന്താ പറയാ, നമ്മൾ കുഴപ്പമൊന്നുമില്ല കേട്ടോ. അത്യാവശ്യം
നല്ല വണ്ടിയാണ്. ഇപ്പോൾ ഞാനിപ്പോൾ അത്യാവശ്യം ഓടി. ഇപ്പോൾ അതിൻ്റെ ഇടയിൽ ട്രിപ്പ് ഓടുന്നുണ്ട്. അപ്പോൾ ഞാൻ അന്നേരം വീഡിയോ എടുക്കാൻ ഞാൻ നട്ടപ്പാതിരായിട്ട് ഒന്നും വണ്ടിയൊന്നും ക്ലിയറായിട്ട് കാണുന്നില്ല. അപ്പോൾ പിന്നെ ഈ പൊടിയും ഇതൊക്കെ പിടിച്ചിട്ട് ആകെ അരപ്പായിട്ട് ഒന്ന് കഴുകി വൃത്തിയാക്കിയ ശേഷം വീഡിയോ എടുക്കാൻ കരുതി വണ്ടീൻ്റെ വിട്ടുന്നുള്ളത്. ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. നമ്മൾ നേരെ ആപ്പ പാസഞ്ചർ എടുക്കാൻ വേണ്ടി ചേർത്തല പോയി. ചേർത്തലയിൽ നിന്ന് ആപ്പ പാസഞ്ചർ ഓടിച്ചിട്ട് നാട്ടിൽ വന്ന്. അപ്പോൾ എല്ലാവരോടും ബൈ ബൈ. അടുത്ത വീഡിയോ കാണുന്നവരേക്കും ബൈ, വണക്കം.